നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ തേർഡ് സെമ്മിലെയാണ്. തേർഡ് സെമ്മിൻ്റെ എക്സാമൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് തേർഡ് സെമ്മിലെ കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേർഡ് സെമ്മിലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ പ്രോബ്ലമാണ് ഫൈനൽ അക്കൗണ്ട്സ്, അതായത് പി ആൻഡിലും ബാലൻസ് ഷീറ്റും അടങ്ങുന്ന ഒരു കമ്പൈൻ ചെയ്തുള്ള പ്രോബ്ലമാണ് പാർട്ട് 9. 8 വരെയുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 9 ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് പോവുകയാണ്. നമുക്ക് നേരെ അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കിടക്കാം. ഹീറോ ഇന്ത്യ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ₹10 lakh divided into shares of 10 each, of which 40,000 shares had been issued and paid. The following was the trial balance extracted on 31st March 2016. Opening stock 1,86,420. Purchases and sales 7,18,210 and sales 11,69,900. Returns 12,680 and 9,850. Manufacturing wages 1,09,740. Manufacturing expenses 19,240. Carriage inward 4,910. 18% bank loan secured 50,000. Interest on bank loan 4,500. Salaries 17,870. Auditors fee 8,600. Directors remuneration 26,250. Preliminary expenses 6,000. Freehold premises 1,64,210. Plant and machinery 1,28,400. Furniture 5,000. Loose tools 12,500. Debtors and creditors 1,05,400 and 62,220. Cash in hand 19,530. Cash at bank 96,860. Advance payment of tax 84,290. Surplus account 34,640 and share capital ₹4 lakh. So you are going to prepare statement of profit and loss for the year ended 31st March 2016 and the balance sheet of that same date, after taking into consideration the following adjustments. So താഴെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് പി ആൻഡും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത്. സോ വി ക്യാൻ മൂവ് ഇൻ ടു ദ അഡ്ജസ്റ്റ്മെന്റ്. ഫസ്റ്റ് വൺ, on 31st March 2016 outstanding wages and outstanding salaries stood at 1,890 and 1,200 respectively. On the same date, stock was valued at 1,24,840, that means on the closing stock, and loose tools at 10,000. So loose tools 10,000 ആണ് വാല്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ലൂസ് ടൂൾസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ലൂസ് ടൂൾസ് 12,500 ആണ്, ഇപ്പോൾ അത് 10,000 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട്. അടുത്ത, പ്രൊവൈഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി at 15% and furniture 10% per annum. Write off 1/3 of preliminary expenses. And next one, make provision for income tax at 50%. The directors recommended a dividend at 15% on equity shares after transfer of 5% of net profit to general reserve. So this is a question. ആദ്യം നമുക്കത് അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അലോക്കേറ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കേസാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നമ്മൾ അലോക്കേറ്റ് ചെയ്യും അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ നമുക്കറിയാം ചേഞ്ചസ് ഇൻ ഇൻവെൻട്രിയിലാണ്. പർച്ചേസും സെയിൽസും റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ പർച്ചേസ് ആണ്. റിട്ടേൺസ് അതിൻ്റെ കൂടെ മൈനസ് ചെയ്യേണ്ടതാണ്. വേജസ് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് അതർ എക്സ്പെൻസ് ആണ്. ക്യാരേജ് ഇൻവേർഡ് അതർ എക്സ്പെൻസ് ആണ്. ബാങ്ക് ലോൺ ലോങ് ടേം ബോറോയിൻസിൽ വരുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ. ഇവിടെ ബാങ്ക് ലോൺ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബാങ്ക് ലോൺ 18% ബാങ്ക് ലോൺ 50,000 എത്രയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കണം. എത്ര വരും എന്നുള്ളത്, അതായത് 50,000ൻ്റെ 18% വെച്ച് നോക്കുമ്പോൾ എത്ര കിട്ടും? 18/100. 50,000 × 18/100 വരുമ്പോൾ 9,000 ആണ് കിട്ടുന്നത്. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ എന്നുള്ളത് 4,500 ഉള്ളൂ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? ബാലൻസ് 4,500 ആണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ്? 18% ബാങ്ക് ലോൺ എമൗണ്ട് 50,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50,000ൻ്റെ 18% ഒരു വർഷത്തേക്ക് കണ്ടുപിടിച്ച് നോക്കുക.
കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നമുക്ക് നോർമൽ കേസിൽ ഇത് ഇൻട്രസ്റ്റ് എല്ലാം 6 മാസം കൂടുമ്പോഴായിരിക്കും പേ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ആദ്യത്തെ 6 മാസത്തെ 4500 ആണ്. ദെൻ നെക്സ്റ്റ് 6 മാസത്തെ എമൗണ്ട് ഇതിൽ അടച്ചിട്ടില്ല, അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കിടക്കുവാണ്, അത് ആഡ് ചെയ്യണം. ഓക്കെ. ദെൻ സാലറീസ്, അതും എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് തന്നെയാണ്. ഓഡിറ്റേഴ്സ് ഫീ അതർ എക്സ്പെൻസ് ആണ്. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ്. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത് 6000 ആണ്. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു. പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ കേസിൽ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്ന പോർഷൻ P&L-ലും റൈറ്റ് ഓഫ് വരുന്നത്. സോ അല്ലാത്ത പോർഷൻ ബാലൻസ് ഉള്ളത് റിസർവിൽ നിന്നും അല്ലെങ്കിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്നും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയാം. ആദ്യം P&L നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. P&L റൈറ്റ് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്നും P&L കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാലൻസ് ഉള്ള എമൗണ്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. P&L അതർ എക്സ്പെൻസിലാണ് നമ്മൾ റൈറ്റ് ഓഫ് നമ്മൾ എഴുതി കാണിക്കും, എത്രയാണോ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്നും അത് മൈനസ് ചെയ്ത് കാണിക്കും. ഓക്കെ. അടുത്തത് വരുന്നത് ഫ്രീ ഹോൾഡ് പ്രിമിസസ്, ദെൻ ഫിക്സഡ് അസറ്റ്സ്, അതായത് ടാഞ്ചിബിൾ അസറ്റ്സുകളാണ് വരുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ലൂസ് ടൂൾസ്, ഇതൊക്കെ അസറ്റ്സുകളാണ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ ഉള്ളത് കൺസേൺഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന P&L അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്നും ഇതെല്ലാം മൈനസ് ചെയ്ത് കാണിക്കുക. ഈ പറഞ്ഞ ടാഞ്ചിബിൾ അസറ്റ്സിൽ നിന്നും എമൗണ്ട് ഡിപ്രീസിയേഷൻ എമൗണ്ട് മൈനസ് ചെയ്യുക. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ട്രേഡ് റിസീവബിൾ ആൻഡ് ട്രേഡ് പേയബിൾ ആണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. ദെൻ അതർ ആണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതർ മീൻസ് ലോൺസ് ആൻഡ് അഡ്വാൻസ് കേട്ടോ. അത് ലോൺസ് ആൻഡ് അഡ്വാൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. സർപ്ലസ് അക്കൗണ്ട് റിസർവ്സ് ആൻഡ് സർപ്ലസിൽ തന്നെയാണ്. ഷെയർ ക്യാപിറ്റൽ തന്നെ ഷെയർഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് ഇവിടെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കതെല്ലാം നോക്കാം, എങ്ങനെയാണെന്നുള്ളത് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ലാസ്റ്റ് പറയുന്നുണ്ട് റിസർവിലേക്ക് പ്രോഫിറ്റിൽ നിന്നും 5% ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അതിനുശേഷം ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്ത് പ്രൊപ്പോസ് ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ട്. സോ ഇതെല്ലാം ഷോർട്ട് ടേം പ്രൊവിഷൻസിനകത്ത് വരുന്നതാണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്. ദെൻ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിരിക്കണം. അത് 20.358% ആണ്. സോ അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സും ഷോർട്ട് ടേം പ്രൊവിഷൻസിനകത്ത് നമുക്ക് വരും. സോ നമുക്ക് നേരെ ആൻസറിലേക്ക് കടന്ന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ആദ്യം P&L ചെയ്ത് ഫോമാറ്റ് വരച്ചതിന് ശേഷമാണ് നമ്മൾ ഷെഡ്യൂൾ വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നോട്ട് നമ്പർ എഴുതേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ നോട്ട് നമ്പർ വരച്ചിട്ട് ഷെഡ്യൂൾ മനസ്സിലാവാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ എക്സാം പർപ്പസിൽ എഴുതുമ്പോൾ ഫോമാറ്റ് വരയ്ക്കുക. ആദ്യം P&L ബാലൻസ് ഷീറ്റ് ഫോമാറ്റ് വരച്ചതിന് ശേഷം മാത്രം നോട്ട് നമ്പറിലേക്ക് പോവുക. സോ അപ്പോൾ നോട്ട് നമ്പർ 1 റവന്യൂ ഫ്രം ഓപ്പറേഷൻ, സെയിൽസ്, അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നു. സെയിൽസിൻ്റെ വാല്യൂ 11,69,900. ഇവിടെ 9 എന്നുള്ളത് ഒരു നമ്പർ ഒന്ന് തെറ്റിപ്പോയതാണ്, ടൈപ്പ് ചെയ്തപ്പോൾ 0 എന്നുള്ള ആയിപ്പോയതാണ് 9 എന്നുള്ളത്. 11,69,900 ആണ്. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ ആയ 12,680 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 11,57,220. ഓക്കെ. അപ്പോൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിൽസിൻ്റെ വാല്യൂവിൽ 900 പകരം 69,000 എന്നാണ്. 11,69,900 ആണ് എമൗണ്ട്, 69,000 ആയിപ്പോയെന്നുള്ളൂ. അത് കീസ് ഒരു കീ അങ്ങോട്ടും മാറിപ്പോയതാണ് ടൈപ്പ് ചെയ്തപ്പോൾ. അടുത്തത് പിന്നെ വരുന്നത് നമുക്ക് അതർ ഇൻകത്തിനകത്ത് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അലോക്കേറ്റ് ചെയ്തപ്പോൾ അതർ ഇൻകം ഒന്നും കണ്ടില്ല. സോ പിന്നെ വരുന്നത് നമുക്ക് പർച്ചേസാണ്. അതായത് മെറ്റീരിയൽ കൺസ്യൂംഡ് ഇല്ല അല്ലേ, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഇല്ല. ദെൻ പർച്ചേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് വരുന്നത്. അതിനകത്ത് പർച്ചേസ് 7,18,210. അതിൽ നിന്നും പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്യുക. പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് വരുന്നത് 9,850 ആണ്, അത് മൈനസ് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ട്രൈ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് എപ്പോഴും സെയിൽസ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. പർച്ചേസിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ അപ്പോൾ പർച്ചേസ് റിട്ടേൺ നമുക്ക് കഴിഞ്ഞു. ദെൻ പിന്നെ വരുന്നത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രിയിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ 1,86,420 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 1,24,840. അത് മൈനസ് ചെയ്യാം. നമുക്ക് പോസിറ്റീവ് ഫിഗറാണ് കിട്ടുന്നത്, കാരണം ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൂടുതൽ, അതുകൊണ്ട് പോസിറ്റീവ് ഫിഗർ കിട്ടുന്നു 61,580. അപ്പോൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി കിട്ടി. സോ അടുത്തത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൽ വേജസും സാലറിയും രണ്ടിനും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിംഗ് കൂടി ആഡ് ചെയ്ത എമൗണ്ട് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഞാൻ ബ്രാക്കറ്റിൽ ആദ്യത്തെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. 1,09,740 കൂടെ 1,890 ആഡ് ചെയ്തപ്പോൾ 1,11,630 കിട്ടി. അതേപോലെ തന്നെ സാലറി പ്ലസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്തപ്പോൾ 19,070 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് സാലറി എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഫിഗർ. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 1,30,700 ആണ്. ഓക്കെ.
അടുത്ത് വന്നിട്ട് ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റിൽ ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആണ്. ബാങ്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു 4500. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ 4500. അതുകൂടാതെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, അത് നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിനകത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി, ബാങ്ക് ലോണിനകത്ത് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് ലോണിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50,000 ആണ്. അതിൻ്റെ കൂടെ 18% കണ്ടു കഴിഞ്ഞാൽ 18/100 കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9,000 ആണ്. ആ 9,000-ൽ നിന്നും 4,500 നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓൾറെഡി 4,500 പേ ചെയ്തു, ബാലൻസ് ഉള്ള 4,500 കൂടി പേ ചെയ്യണം. അതെങ്ങനെ കിട്ടുന്നത്? 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ്. അത് ഇവിടെ 6 മാസം ഞാനിവിടെ പറയാൻ കാര്യം ഓരോ 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. സോ ഇവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതണമെന്നില്ല. 50,000-ൽ നിന്നും 18% കണ്ടുപിടിക്കുമ്പോൾ 9,000 കിട്ടും. ആ 9,000 ആക്ച്വലി നമ്മൾ പേ ചെയ്യാറുണ്ട്, പക്ഷേ അതിന് പകരം എത്ര പേ ചെയ്തിട്ടുള്ളൂ? 4,500 പേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് 4,500 കൂടി പേ ചെയ്യണം. സോ അത് അങ്ങനെയാണ് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് നമുക്ക് 4,500 കിട്ടുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷനിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ലൂസ് ടൂൾസ്, ഇതെല്ലാം കൂടി ലൂസ് ടൂൾസിൻ്റെ എമൗണ്ട് മാത്രം ക്ലോസിംഗ് ബാലൻസിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസിൽ നിന്ന് ക്ലോസിംഗ് ബാലൻസ് ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2,500. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്ന എമൗണ്ട് 22,260 ആണ്. ഓക്കെ, 22,000 നമുക്ക് 260 എന്ന് പറഞ്ഞ് കിട്ടി. അടുത്തത് അതർ എക്സ്പെൻസ് ആണ്. അതർ എക്സ്പെൻസിൽ നമുക്ക് നേരത്തെ ഇത്രയും എഴുതാത്ത ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഗ്യാരേജ് ഇൻവേർഡ്, ഓഡിറ്റേഡ് ഫീസ്, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്ന കാര്യം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്ന എത്ര ശതമാനമാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 2,000 റൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് 1/3 എന്ന് പറയുന്നത് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസ് വെച്ചുകൊണ്ട് ടോട്ടൽ പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 6,000 ആണ്. അതിന് 1/3 എന്ന് പറയുന്നത് 2,000 ആണ്. ആ 2,000 ആണ് എന്ത് ചെയ്തേക്കുന്നത്? നമ്മളിവിടെ അതർ എക്സ്പെൻസിൻ്റെ കീഴിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ 6,000-ൽ നിന്നും 4,000 നമ്മളുടെ 2,000 റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നു. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതർ എക്സ്പെൻസിന് കീഴിൽ വരും. മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ക്യാരേജ് ഇൻവേർഡ്, ഓഡിറ്റേഴ്സ് ഫീ, ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, പ്രിലിമിനറി എക്സ്പെൻസ്, റിട്ടേൺ ഓഫ്. പ്രിലിമിനറി എക്സ്പെൻസ് വന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ നമുക്ക് 6,000 ആണ്. അതിൽ നിന്നും 1/3 മൈനസ് ചെയ്യുമ്പോൾ 2,000 ആണ് കിട്ടുന്നത്. ആ 2,000 ആണ് ഈ പറയുന്ന 1/3 ആണ് ഈ പറയുന്ന 2,000 എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്ക് അതർ എക്സ്പെൻസ് 61,000 കിട്ടി. നമുക്ക് നേരെ ഇനി പിയാനിൽ വരച്ചു നോക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി കിട്ടിയാണ്. സെയിൽസിൻ്റെ ഫിഗർ 11,57,220. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഇൻകം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതായിരിക്കും ടോട്ടൽ റവന്യൂ. ദെൻ എക്സ്പെൻസിലെ പർച്ചേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതായത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ഇവിടെ ഇല്ല. അപ്പോൾ പർച്ചേസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് 7,08,360. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി 61,580. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അതർ എക്സ്പെൻസ്, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 9,92,900 ആണ്. സോ അതിൽ നിന്നും ഈ പറയുന്ന ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ എക്സ്പെൻസ്, അതാണ് ഇവിടെ 1 - 2 എന്ന് പറഞ്ഞ് എഴുതിയേക്കണം. കാരണം ഇവിടെ ടോട്ടൽ റവന്യൂ നമുക്ക് ഓൾറെഡി 1 എന്ന് എഴുതിയിട്ടുണ്ട്. സോ കണ്ടോ, ഇവിടെ ടോട്ടൽ റവന്യൂ നമുക്ക് ഓൾറെഡി 1 എന്ന് എഴുതിയിട്ടുണ്ട്. അതേസമയം ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1 - 2 ആണ് ഈ പറഞ്ഞ 1,64,000 എന്ന് പറയുന്നത്. ദെൻ അതിൽ നിന്നും ഈ പറയുന്ന 1,64,320 ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അതിൽ നിന്നും ടാക്സ് എക്സ്പെൻസ്, പ്രൊവിഷൻ ഫോർ ടാക്സ് 50% പറയുന്നുണ്ട്. 50% മൈനസ് ചെയ്യുമ്പോൾ 82,160 കിട്ടും. അത് തന്നെയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 82,160 എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടിക്കഴിഞ്ഞു. സോ ഈ പ്രോഫിറ്റിൽ നിന്നും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്? റിസർവ് മൈനസ് ചെയ്യണം. 5% റിസർവ് മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പിയാനിലെ ഏകദേശം കഴിഞ്ഞു. പിയാനിലെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എന്ന് പറയുന്നത് 82,160 ആണ്. ഇതാണ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് ഷെയർ ക്യാപിറ്റലാണ്. അതിനകത്ത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh പറയുന്നുണ്ട്. അതിനകത്ത് 40,000 × 10 ആണ് ഈ പറഞ്ഞ ഇഷ്യൂഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതായത് 4 lakh ആണ് വരുന്നത്. സോ അടുത്ത് നമുക്ക് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് ജനറൽ റിസർവ് ആദ്യം തന്നെ ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 5% റിസർവ് മൈനസ് ചെയ്യണം എന്നുള്ളത്. സോ 5 മൈനസ് ചെയ്യണമെന്നല്ല, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 82,160 ആണ്. അതിൻ്റെ 5% ആയ 4,108 റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏതിൽ നിന്ന്? പ്രോഫിറ്റിൽ നിന്ന്. സോ അപ്പോൾ അത് പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്യണം.
നമുക്ക് കിട്ടിയ 82,160 എന്ന് പറഞ്ഞ പ്രോഫിറ്റിൽ നിന്നും ആ എമൗണ്ട് മൈനസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് നോക്കാം. സർപ്ലസ് അക്കൗണ്ട് ക്വസ്റ്റിൽ നേരത്തെ തന്നിട്ടുണ്ട്. സർപ്ലസ് അക്കൗണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആയിരിക്കാം അത് 38,640 ആണ് ഓപ്പണിംഗ് സർപ്ലസ് അക്കൗണ്ട്. അതിൻ്റെ കൂടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ആയ 82,160 ആഡ് ചെയ്തപ്പോൾ 1,20,800 കിട്ടി. ഓൾറെഡി സർപ്ലസ് അക്കൗണ്ട് നമുക്ക് ക്വസ്റ്റിൽ തരുന്നത്, അതായത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് ഇതും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ 1,20,800 കിട്ടി. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോഫിറ്റിൽ നിന്നും 5% മാറ്റണം. സോ 5% മാറ്റി ജനറൽ റിസർവ് ആയിട്ട് സെപ്പറേറ്റ് കാണിക്കണം അല്ലേ. അത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തുണ്ട്, ജനറൽ റിസർവ് ഉണ്ട്. ആ ജനറൽ റിസർവ് എവിടെ നിന്നാണ് വന്നത്, പ്രോഫിറ്റിൽ നിന്നാണ് മൈനസ് അയക്കുന്നത്. സോ ആ പ്രോഫിറ്റിൽ നിന്നും അത് മൈനസ് ആയി. പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കൊടുക്കുന്ന എവിടെ നിന്നാണ്, ഈ പറയുന്ന പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമുക്ക് 60,000. അതെങ്ങനെ കിട്ടി, ആ 60,000 കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കുന്നത് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇവിടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 4 lakh ആണ്. അപ്പോൾ 4 lakhൻ്റെ 15% ആണ് ഇവിടെ ഡിവിഡൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് 60,000 കിട്ടുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് 4 lakh ആണ് നമുക്ക് ഈ പറയുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നാണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 15% ആണ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് 15% ആണ് ഈ പറയുന്ന 60,000 എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു പ്രൊവൈഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. സോ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ കമ്പനി പേ ചെയ്യേണ്ട ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഒരു ഫേമിന് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡിന് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അല്ലെങ്കിൽ ഓൾറെഡി ടാക്സ് അടച്ച കാരണം പിന്നെ ആ വ്യക്തിക്ക് ടാക്സ് അടക്കേണ്ട കാര്യമില്ല. സോ അത് നമ്മളിവിടെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു, ഒരു ഇൻഫർമേഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്നത് കമ്പനി ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് കൊണ്ട്, ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് കമ്പനി ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. അതിൻ്റെ റേറ്റ് 20.358% ആണ്. അത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അതായത് ഡിവിഡൻറ്റിൻ്റെ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റായ 60,000ൻ്റെ 20.358% ആണ് 12,215. ഇവിടെ ക്വസ്റ്റിൽ ഞാൻ 2 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. 2 സ്റ്റാറിനകത്ത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന കാൽക്കുലേഷന് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത പ്രിലിമിനറി എക്സ്പെൻസ് 4,000 വന്നത് എങ്ങനെയാണെന്നുള്ളത് അത് ഞാനിവിടെ ഹാഷ് ടാഗ് ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട്. 6,000 ആയിരുന്നു പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ ഫുൾ വാല്യൂ. 2,000 അതർ എക്സ്പെൻസിനകത്ത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ബാലൻസ് ഉള്ള 4,000 നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് പ്രോഫിറ്റിൽ നിന്നും മൈനസ് ചെയ്ത ഫിഗറുകൾ, സർപ്ലസിൽ നിന്ന് ലാസ്റ്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഇവിടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്തു. അതിൽ നിന്നും നമ്മൾ ജനറൽ റിസർവ്, പ്രപ്പോസ് ഡിവിഡൻഡ്, CDT, പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ക്യാൻസൽ ചെയ്യുന്നത്, ഇതെല്ലാം മൈനസ് ചെയ്യുമ്പോൾ 40,477 കിട്ടി. അതിൻ്റെ കൂടെ അതായത് ഇതാണ് നമുക്ക് സർപ്ലസ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ഫിഗർ 40,477 ആണ്. റിസർവ് എന്ന് പറഞ്ഞാൽ 4,108 ആണ്. അപ്പോൾ ടോട്ടൽ റിസർവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 44,585 ആണ് ഫിഗർ വരുന്നത്. സോ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി കേൾക്കുക. ഇല്ല എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്ത് തന്നോളാം. ദെൻ അതർ കറണ്ട് ലയബിലിറ്റി, ചില ഐറ്റംസിനകത്ത് ചില ഹെഡിൻ്റെ കീഴിൽ സിംഗിൾ ഐറ്റംസേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൽ എഴുതി പോവുകയാണ്. സോ ഇവിടെ അടുത്തത് വരുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഒരു ഹെഡിൻ്റെ കീഴിൽ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് വരുന്നത് മാത്രമേ നമ്മൾ നോട്ട് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് കറണ്ട് ലയബിലിറ്റീസിൽ വരുന്ന 3 ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. വേജസ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ്. 3 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് 7,590 എന്ന് പറഞ്ഞ എമൗണ്ട് നമുക്ക് കിട്ടി. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻസ് വരുന്നു. ഷോർട്ട് ടേം പ്രൊവിഷൻസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ഇത് 3 വരും ക്വസ്റ്റിൽ ഉണ്ടെങ്കിൽ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സ് നമുക്കറിയാം 82,160 ആണ്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 60,000. എവിടെ നിന്ന്, റിസർവ്സ് ആൻഡ് സർപ്ലസ് എഴുതിയിട്ടുണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നെ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് പേ ചെയ്ത കാര്യം പറയുന്നുണ്ട്. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സിന് വേറെ പേരാണ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. അപ്പോൾ ഈ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിരിക്കണം. ഈവൻ ദോ ദർ ഇസ് നോ ഹിൻറ്റ് ഇൻ ദ ക്വസ്റ്റ്യനിലെ ഹിൻ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ പോലും വി ഹാവ് ടു പ്രൊവൈഡ് ദ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇഫ് വി പ്രപ്പോസ് ഡിവിഡൻഡ്, ഇഫ് വി പേ ദ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അടുത്തത് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ കീഴിൽ വരുന്ന ടാഞ്ചിബിൾ അസറ്റ്സ്. നമ്മൾ ഫ്രീ ഹോൾഡ് പ്രെമിസസ്, നമ്മൾ ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ള ഫിഗറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രീ ഹോൾഡ് പ്രെമിസിനകത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് 1,64,210. ദെൻ ബാലൻസ് ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മൾ പറഞ്ഞു. ലൂസ് ടൂൾസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയത് 10,000. ക്വസ്റ്റിൽ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 10,000 എഴുതി.
So cash and cash equivalents, cash in hand amount and cash at bank amount question there is no change for that. So the same amount should be shown in the notes account. The total of cash and cash equivalents is 1,16,390. Then നമ്മൾ നോട്ട്സ് അക്കൗണ്ട് എല്ലാം മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത് the same head. There are more than one item in the same heading. We are already open the notes account, and some of the items are having only one item in the same head, so doesn't want to open the notes account, so we are move on to directly into the balance sheet. The format of balance sheet നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അപ്പോൾ ഹീറോ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആണ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2016. നമുക്കറിയാം ഷെയർഹോൾഡേഴ്സ് ഫണ്ടിലെ ഷെയർ ക്യാപിറ്റൽ 4 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് നമ്മൾ നോട്ട്സ് അക്കൗണ്ടിൻ്റെ ടോട്ടൽ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി വേറെ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. 44,585. ലോങ് ടേം ബോറോയിങ്സ്, അതായത് ബാങ്ക് ലോൺ ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ അതർ ലയബിലിറ്റീസിലാണ് വരുന്നത്. നമുക്കത് നോട്ട്സ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടാണ് അതർ കറണ്ട് ലയബിലിറ്റീസിൽ. സോ അതിനകത്ത് ഇനി ബാങ്ക് ലോൺ ആണ് 18% ബാങ്ക് ലോൺ ആണ് 50,000. കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾ, അതായത് ക്രെഡിറ്റേഴ്സ് ആണ് 62,220. അതർ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ്ങുകളാണ് 7,590. ഷോർട്ട് ടേം പ്രൊവിഷൻ അത് നമ്മൾ കണ്ടതാണ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ് ഡിവിഡൻഡ് അതുപോലുള്ളതാണ്. സോ അതിൻ്റെ എമൗണ്ട് 1,54,375. ടോട്ടൽ ഇപ്പോൾ വരുന്നത് 7,18,770 ആണ് ലയബിലിറ്റി സൈഡിലെ ടോട്ടൽ. ദെൻ അസറ്റ് സൈഡിലെന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്സിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു 2,87,850. അത് നോട്ട് നമ്പർ 5 ഉള്ളതാണ്. നോട്ട് നമ്പർ കറക്റ്റാണല്ലോ അല്ലേ? അതെ. ദെൻ അടുത്തത് ഇൻവെൻട്രീസ്, അതായത് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കാണ് 1,24,850. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സ് ആണ് 1,05,400. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ട് ടു അക്കൗണ്ടിൽ 1,16,390. ദെൻ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസിനകത്താണ് എഴുതുന്നത്. അത് 84,290 ആണ്. സോ നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ദ ടോട്ടൽ ഓഫ് ലയബിലിറ്റി സൈഡ് 7,18,770. സോ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾ ഫോമാറ്റ് പഠിച്ച് വെച്ചേക്കുക, നല്ല രീതിയിൽ ഫോമാറ്റ് പഠിച്ച് വെച്ചേക്കുക. റിസർവ്സ് ആൻഡ് സർപ്ലസ് ഞാൻ ഒന്നും കൂടി ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് കിട്ടിയായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 82,160 ആണ്. അതിൻ്റെ 5% നമ്മൾ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 5% കണ്ടുപിടിച്ച് 4,108 നമ്മൾ കണ്ടുപിടിച്ചു. സോ അത് സെപ്പറേറ്റ് ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എഴുതുക, കാരണം വേറെ ജനറൽ റിസർവ് ഇല്ലാത്തതുകൊണ്ട് അത് സെപ്പറേറ്റ് എഴുതുക. ഇല്ലേ വേറെ ജനറൽ റിസർവ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വെക്കേണ്ടി വരുന്നതിന്. ദെൻ അതിനുശേഷം ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ്, സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 38,640. അതിൻ്റെ കൂടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ടാക്സ് മൈനസ് ചെയ്തിട്ടുള്ള കറണ്ട് ഇയർ പ്രോഫിറ്റ് നമ്മൾ എഴുതി 82,160. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,800 ആണ്. ഇതിൽ നിന്നുമാണ് നമ്മൾ എന്ത് മാറ്റിയത്? ഈ പറഞ്ഞ ജനറൽ റിസർവ് മാറ്റിയിരിക്കുന്നത്. സോ അപ്പോൾ ആ ജനറൽ റിസർവ് മൈനസ് ചെയ്യണം. സോ ഈ പറയുന്ന പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഡിവിഡൻഡ് മൈനസ് ചെയ്തു. അതിൽ നിന്ന് തന്നെയാണ് ഡിവിഡൻറ്റുമായി റിലേറ്റ് ചെയ്ത ടാക്സ് കൊടുക്കാൻ പോകുന്നത്. ടാക്സ് മൈനസ് ചെയ്തു. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്യുന്നത് സർപ്ലസ് പ്രോഫിറ്റിൽ നിന്നാണ്. റൈറ്റ് ഓഫ് ചെയ്ത ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മൾ എഴുതി തള്ളിക്കളയുന്നു. 4,000 നമ്മൾ എഴുതി തള്ളിക്കളയുന്നു. ഇവിടെ പ്രിലിമിനറി എക്സ്പെൻസ് 4,000 ആണ് ബാലൻസ് വന്ന ഫിഗർ. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 44,585 എന്ന് പറഞ്ഞ ഫിഗറിലേക്ക് എത്തുന്നത്. അതാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെന്നാണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് നേരെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് സെഷനിലെ നെക്സ്റ്റ് ടോപ്പിക്കുമായി നമുക്ക് കാണാം. താങ്ക് യു.